കൊല്ലത്ത് നടന്ന ഇരട്ട കൊലപാതകം. കൊലപാതകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് കൊലപാതകം. നമുക്കത് ആത്മഹത്യയായിട്ട് തോന്നുന്നതാണ്. കൊല്ലമാണ് സ്ഥലം. കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ട എന്ന് കേട്ടിട്ടുണ്ട്. അലിയണ്ണൻ കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെട്ടു വന്നു. അലിയണ്ണൻ്റെ ഇല്ലം അലിയണ്ണൻ മറക്കേണ്ടി വന്നു. ഇല്ലത്ത് 3 കുട്ടികളും പെണ്ടാട്ടിയും ഉണ്ടെന്നാണ് അറിവ്. പക്ഷേ തമ്പുരാട്ടിയെ മറന്നു, തമ്പുരാട്ടിയുടെ മക്കളെയും മറന്നു. അലിയണ്ണൻ ഇല്ലം കാണാനായിട്ട് കൊല്ലത്തേക്ക് കെട്ടിയെടുത്തു, കൊല്ലം കെട്ടിയെടുത്ത് കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. ലാവിഷ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ഷോറൂമിനകത്ത് മരണപ്പെട്ട അലിയും അലിയുടെ കാമുകിയുമായിരുന്ന ദിവ്യമോളുമാണ് സബ്ജക്റ്റ്. ദിവ്യമോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവ്യമോള് അലിയണ്ണനെ കുറേശ്ശായിട്ട് ഊറ്റി വലിച്ച് വീട് വയ്ക്കുകയായിരുന്നു. ഈ വിവരം അലിയണ്ണനും തിരിച്ചറിവായി. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വീടൊക്കെ വെക്കേണ്ടി വരുമെന്നും കണക്കിലെ കളികളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അലിയണ്ണന് മനസ്സിലായി, എന്നെ ഇത്രയും നാൾ ഇസ്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ വലിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ അലി തീർത്ത് കളഞ്ഞു ദിവ്യയെ. തീർത്ത ശേഷം പുള്ളിയും കയറി തൂങ്ങി. അതാണ് നമ്മൾ കണ്ടത്. എന്താണിത് വൈകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായത് ദിവ്യയെ ഇനിയധികം നാണം കെടുത്തത് ആ ബോഡി അങ്ങ് വിട്ടുകൊടുക്കണം, കൊണ്ടുപോയി എവിടെയെങ്കിലും അടക്കട്ടെ. കൊന്നതാണ് എന്നുള്ളത് വ്യക്തമാണ്. അലി തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം അയാൾ വിചാരിച്ചിരിക്കുന്നത് ദിവ്യ പ്രണയമാണെന്ന്. പക്ഷേ ദിവ്യയ്ക്ക് ദിവ്യ പ്രണയമല്ല, ദിവ്യയ്ക്ക് വീട് വയ്ക്കാനുള്ള പ്രണയമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇടി നടന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഫർണിച്ചർ ഷോറൂം നടത്തിക്കൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പ് തുടങ്ങാനും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തോന്നിയത് ദിവ്യയുടെ ബ്രെയിൻ വാഷ് കൊണ്ട് തന്നെയാണ്. ദിവ്യ പറയുന്നത് കേട്ട് അനാവശ്യമായി അതിനകത്തേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് തുണി എടുക്കാനും മറ്റും അവിടെയൊക്കെ പോകാൻ പറ്റും, അപ്പോൾ എൻ്റെ ഭർത്താവ് കയറൂരി വിടും എന്ന പ്രതീക്ഷയും ദിവ്യ പറഞ്ഞു കൊടുത്തത് കേട്ടാണ് ഈ മടുമണ്ടൻ അതിനകത്ത് പൈസ കൊണ്ടിറക്കിയ കാശും കൊണ്ട് അത്യാവശ്യം മുതലാക്കുകയും ചെയ്തു. കാരണം തുണി എടുക്കാൻ വേണ്ടി കോയമ്പത്തൂരും സിറിയയിലും ഒക്കെ പോയി. എന്താണെങ്കിലും കൊള്ളാം. എനിക്ക് ഈ അവിഹിതങ്ങളൊക്കെ കേട്ടാൽ ചിരിയേ വരുള്ളൂ. 2 പേരുടെ മരണമാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ബോധം എനിക്കുണ്ട്. പക്ഷെ ചിരിക്കാതെ എന്താ പറയണേ? ഭാര്യയില്ല, ഭർത്താവില്ല എങ്കിൽ ശരി, ഇത് രണ്ടിനും ഉണ്ട്. വീട്ടിൽ നല്ല ബിരിയാണി ഇരുന്നാലും വല്ലവൻ്റെയും വീട്ടിലെ ചാപ്പാട് കട്ട് തിന്നാലേ സുഖമുള്ളൂന്ന് പറയുന്നവരടുത്ത് എന്തോ പറയാനാണ്. നല്ല കാര്യമുള്ളതായിരുന്നു. അപ്പം 2 പേർക്കും കിട്ടിയില്ല, എണ്ണാക്കി കിട്ടി. അലി കൊന്നതാ, അതിനകത്ത് തർക്കമേ ഇല്ല. ദിവ്യ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യും. കാരണം വസതി എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് പോയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അലിയാണെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു, അവിടെ എങ്ങനെ നിന്നാൽ പോരാ, തള്ളിക്കെട്ടി ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഇപ്പോൾ ഈ പണിയുന്നത്. കൊല്ലക്കാരങ്ങനെയാണെന്നുള്ളൊരു ചെറിയ ധാരണ ഇല്ലാതെ വന്നത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. അപ്പോൾ കൊല്ലത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കുകയൊന്നുമല്ല. പക്ഷേ മോസ്റ്റ്ലി അവിടെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നാണ് അറിവ്. അവിഹിതം അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അവിടെ കൂടുതൽ ഈ അവിഹിതം നടക്കുന്നത്? അവിടെ ഈ സദാചാരക്കാർ കൂടുതലല്ല, സദാചാര കുരു പൊട്ടിക്കുന്നവന്മാർ കൂടുതലുള്ളിടത്ത് ഇതുപോലത്തെ അവിഹിതങ്ങൾ ജാസ്തി നടക്കും. ഇച്ചിരി മണിയൊക്കെ നടന്നാൽ കണ്ണ് കാണാതെ വിട്ട് കളയണമെന്നേ. എന്നാലും ആ ഭർത്താവിനാണ് നമ്മൾ ഓസ്കാർ കൊടുക്കേണ്ടത്. ഏത്? ദിവ്യമോളുടെ കെട്ടിയവനിക്ക്. 2 പെൺമക്കളുടെ അമ്മ പോയി ജോലിക്ക് പോകുന്നു, മര്യാദയ്ക്ക് വീട്ടിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ അവൾ കോയമ്പത്തൂർ വരുമ്പോഴും അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും ഒക്കെ സൂറത്തിലും ഒക്കെ പോകുമ്പോൾ കണ്ണടച്ചങ്ങ് വിട്ടുകൊടുത്താൽ അതായത് ഇതുപോലെ തൂക്കും. എല്ലാ ആണുങ്ങളും നിന്നെ പോലെ ഭാര്യ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അവൾ കൊണ്ടുവരുന്ന പൈസ കൊണ്ട് വീട് വയ്ക്കാൻ നിൽക്കത്തില്ല. അതിൻ്റെ ഒരു പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക. ഇതിലേറ്റവും വിഷമം എന്താണെന്നറിയാം? ആ പാവം കുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും നാണം കെട്ട വശം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. കഷ്ടമെന്നല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ പിഴച്ചു പോയി എന്നുള്ളത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അതാണ് ആകെ ലാഭം. ഇനി ആ അലിയുടെ വിഷയത്തിലേക്ക് വരാം. 3 കുട്ടികളുണ്ട്, 1 2 അല്ല, ഇയാൾ 3 വട്ട സന്തോഷത്തിൻ്റെ തെളിവാണ് 3 കുട്ടികൾ. അവളില്ലാത്ത എന്തൊരു വാഴയ്ക്ക് ഇവളെ കണ്ടെന്ന് അറിയാൻ വയ്യ. 2 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നവമിഥുനങ്ങൾ. അത്ര അത്യാവശ്യമായിരുന്നെങ്കിൽ ഒന്നും കൂടെ അങ്ങ് കെട്ടിക്കോ, അങ്ങ് 4 കല്യാണം കഴിക്കാമല്ലോ, ഒന്നും കൂടെ അങ്ങ് കെട്ടിക്കൂടായിരുന്നു. അതിന് പകരം ദിവ്യയിൽ എന്തോന്ന് കണ്ടെന്നറിയത്തില്ല. അതിനും കുറ്റക്കാരി മറ്റേ പെണ്ണിനെന്ന് ഞാൻ പറയും. പാർട്ട്നേഴ്സ് ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാമെങ്കിൽ വെച്ചൊഴിഞ്ഞ് പോടേ എന്ന് 3ാമതൊരു 3rd പേഴ്സണെയും കൂടെ അതിനകത്ത് വിളിച്ചു വരുത്തി ആ കുടുംബം കൂടെ നശിപ്പിച്ച് എന്തിനാണ്? ഏതായാലും അവിഹിത കാഴ്ചയാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഏകദേശ കഥകൾ അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആരാണ് ആദ്യം മരിച്ചതെന്ന് അറിഞ്ഞാൽ അയാളാണ് മറ്റേ ആളെ കൊന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൽ ഒരാളെ കൊന്നതാണ്, 2 കൂടെ പ്രണയിച്ച് കയറി തൂങ്ങിയതല്ല. കാരണം ഫിനാൻഷ്യൽ കണ്ടീഷൻ വെരി ബാഡ് ആണെന്നും അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള ജീവിതം ദുസ്സഹമാണ് എന്ന് അലിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അലി അവളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. പണമില്ലെങ്കിൽ നിൻ്റെ ഒപ്പം ഞാൻ വരുന്നില്ല എന്നോ മറ്റോ അവൾ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയും ആകാം. 2ാമതൊരു ഓപ്ഷൻ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇവൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് അലിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അലി അത് ചോദ്യം ചെയ്തപ്പോൾ തിരിച്ചങ്ങോട്ട് നല്ല കൊടുത്ത് കാണും. തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ തല്ലി കൊന്ന് കെട്ടി തൂക്കി കാണും. കൂടെ അങ്ങേരും കയറി തൂക്കിച്ചെത്തു. കാരണം മുന്നോട്ട് പിന്നെ ജീവിക്കാക്കൂല. പിന്നെ കേസായി വഴക്കായി പുകിലായി
വല്ലാത്ത കാര്യം. നന്നായെന്നേ എനിക്ക് പറയാനുള്ളൂ. അയ്യോ ഇവനെങ്ങാനും ദിവ്യമോളെ കൊന്നിട്ട് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കിടക്കുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവത്തില്ല. പിന്നെ മദ്രസ പഠനമായി 1400 വർഷങ്ങൾക്കുള്ള മുഹമ്മദ് നബിയെ വരെ എടുത്തു വെച്ച് കൊടുക്കും. ഒരു രക്ഷയില്ലാത്ത ടീമുകളാണ്. എന്തിന് കാന്തപുരം തോൽ അവിടെ കിടക്കുകയാണ്, അങ്ങേരെയും വിളിച്ചുണർത്തി അങ്ങേർക്കിട്ട് 2 കൊടുക്കും. എന്നാലേ ഒരു സുഖം വരുള്ളൂ. അതാണ്. അങ്ങോട്ട് ചെന്ന് കയറുന്നതിനെ പറ്റി ഒന്നുമില്ല. ഇതിനകത്ത് ലവ് ജിഹാദുമില്ല, ലവ് കുരുക്ഷേത്രയില്ല, ഒരു കുന്തവും ഇല്ല. ഇതിനകത്തും പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റികൾക്കൊന്നും ഒന്നും പറയാനുമില്ല. പെണ്ണൊരുമ്പെട്ടാൽ എന്താ പറയുക, ഒന്നും പറയാനില്ല. 2 പെൺമക്കളുടെ അമ്മയാണ്. ആർക്ക് നഷ്ടം, ആർക്ക് പോയി, അലിക്ക് എന്ത് പോയി? അലി ഒരു പ്രണയത്തിൽ ഏർപ്പെട്ട് തൂങ്ങി ചത്തു, അത്രേ ഉണ്ടാവുള്ളൂ. വേറെ കഥയൊന്നും കേൾക്കത്തില്ല. പക്ഷെ ദിവ്യമോൾക്കും അവളുടെ കുഞ്ഞുങ്ങൾക്കും കേൾക്കേണ്ടി വരിക എന്താണ്? അല്ല, അത് കോമൺ സെൻസാണ്. നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥ അതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താമോ? നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്കിതിങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ 2-3 വീഡിയോസ് കണ്ടു. അതിൽ ABC മലയാളത്തിൽ ഒരു അമ്മച്ചി ഇരുന്നുകൊണ്ട് പറയണത് കേട്ടപ്പോൾ ചിരിച്ച് മരിച്ച് ഞാൻ. എന്തൊക്കെ ഒന്ന് തള്ളി മറിക്കുമോ? അലി അങ്ങനെ ചെയ്തു, അലി ഇങ്ങനെ ചെയ്തു, അലി കെട്ടിപ്പിടിച്ചു, അലി പ്രശ്നമാക്കി. അലി കെട്ടിപ്പിടിക്കുമ്പോൾ ഊവാവയായിരുന്നു, കുഞ്ഞാവയായിരുന്നു ആ ദിവ്യമോള്. 2 മക്കളെ പെറ്റ പെണ്ണുമ്പോൾ തന്നെയല്ലേ 2 വട്ടം സന്തോഷമായി കെട്ടിയവൻ്റെ കൂടെ ഇരുന്നു എന്നല്ലേ. ഇനി എന്തെന്ന് കുറഞ്ഞ്? ആ പെൺകുട്ടികളുടെ ഭാവിയെങ്കിലും ഓർക്കണ്ടായിരുന്ന? വീടാണോ മുഖ്യം? അഭിമാനമല്ലേ മുഖ്യം? താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.